സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവനെന്നെ അണച്ചു, അവനെന്നെ താങ്ങിതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവനെന്നെ അണച്ചു, അവനെന്നെ താങ്ങിതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഞാൻ എന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല. നമ്മുടെ വിഷയം ക്രിസ്തുവിന്റെ സമാധാനം. നമുക്കറിയാം, സമാധാനം പറയാൻ എളുപ്പമാണെങ്കിലും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാ ജീവിതത്തിലും സമൂഹത്തിലുമെല്ലാം അന്യമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സമാധാനം, സ്വസ്ഥത. ഒരിടത്തും സമാധാനമില്ല, ഒരിടത്തും സ്വസ്ഥതയില്ല. ഓരോരുത്തരത്തും അത് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോഴാണ് അവർ പുറമേ സന്തോഷമുണ്ടെന്ന് കാണിക്കുമ്പോൾ തന്നെ ഉള്ളിൽ സംഘർഷങ്ങളാണ്. അപ്പോൾ തിരുവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ ലേഖനങ്ങളിലും ആദ്യത്തെ 2-3 വാക്യങ്ങൾ ഉണ്ടാവും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ. ലേഖനങ്ങളുടെ അവസാനവും കാണും, കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവാണ്. യേശുവിനെ കുറിച്ചുള്ള പ്രവചനം നമുക്കറിയാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാനത്തിന്റെ പ്രഭു, പ്രിൻസ് ഓഫ് പീസ്. അതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനാത്മകമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സമാധാനം, 2 സമാധാനത്തെക്കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. എന്റെ സമാധാനം, ലോകം തരുന്ന സമാധാനം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല. അത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ ചുറ്റും അനേകർ, അത് ഒരു തരത്തിൽ പറഞ്ഞ ക്രിസ്ത്യാനികൾക്കില്ലാത്ത സമാധാനത്തെക്കാൾ നന്നായി സമാധാനത്തോടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ് ലോകം കൊടുക്കുന്ന സമാധാനം, എന്താണ് യേശു ക്രിസ്തു നൽകുന്ന സമാധാനം? ഈ ഒരു വ്യത്യാസം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥവും അതിന്റെ ലക്ഷ്യവും അത് മനസ്സിലാക്കുവാനായി കഴിയത്തുള്ളൂ. അപ്പോൾ യേശു കർത്താവ് സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം യേശുവിന്റെ പ്രസംഗ വിഷയം, യേശുവിന്റെ പ്രധാന പഠിപ്പിക്കലുകൾ ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. താൻ പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട്
സുവിശേഷത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇപ്പൊ കാലം തികഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പീരീഡ് തീരുകയാണ്. ന്യായപ്രമാണത്തിന്റെ കാലം തികഞ്ഞു. ന്യായപ്രമാണത്തിന്റെ കാലം സ്നാപക യോഹന്നാൻ വരെ ആയിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ലൂക്കോസ് 16:16. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്ന് മുതൽ ദൈവരാജ്യം സുവിശേഷിച്ചു വരുന്നു. ഇപ്പോൾ നാം അധിവസിക്കുന്ന ഈ കാലഘട്ടം ഏകദേശം 2000 വർഷം കൊണ്ടുള്ള ഈ കാലഘട്ടത്തെ ദൈവത്തിന്റെ ടൈം ടേബിളിൽ ഉള്ള പേര് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശന കാലഘട്ടമാണ്. ഏത് ജാതിയിൽപ്പെട്ടവരും, യഹൂദനാകട്ടെ, യവനനാകട്ടെ, ബർബരനാകട്ടെ, സകല മനുഷ്യർക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കാലമാണ് ഇപ്പോൾ. അതിനാണ് കൃപായുഗം എന്ന് പറയുന്നത്, സഭായുഗം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ കാലം, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതികളുടെ കാലം. ജാതികളുടെ കാലം കഴിയുവോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 24-ാം വാക്യം. യഹൂദന്മാരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും, വായിക്കാം, അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം കഴിയുവോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടും. ഇനി എപ്പോൾ വേണമെങ്കിലും ജാതികളുടെ കാലം തീർക്കാം. കാരണം ഇസ്രായേൽ ആകപ്പാടെ പതറി നിൽക്കുന്ന ഒരു സമയമാണിത്. വല്ലാത്തൊരു യുദ്ധമാണ് ഇസ്രായേൽ നടക്കുന്നത്. ഇസ്രായേലിൽ ദൈവവിശ്വാസമുള്ളവർ വളരെ കുറവാണ്. നിരീശ്വരവാദികളാണ് കൂടുതൽ. പക്ഷെ അവർ ഹൈലി ഇന്റലിജന്റ് പീപ്പിളാണ്, വളരെ ബുദ്ധിപരമായിട്ട്. പക്ഷെ ദൈവവിശ്വാസക്കുറവ് പോയി. 80% ആൾക്കാർ പോലും നിരീശ്വരവാദികളും സോദോം ഗോമോറ പോലെ ജീവിക്കുന്നവരുമാണ്. അതും ഒരു പ്രവചനത്തിന്റെ നിവൃത്തീകരണമാണെന്ന് അറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുകയാണ്. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 11-ാം അധ്യായത്തിൽ 8-ാം വാക്യം മുതൽ, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമും എന്ന് പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയുമില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചിരുന്നതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന് അവരെ കണ്ടവർ ഭയവശരായി തീർന്നു. ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ഇത് ഒരു 10-25 വർഷത്തിന് മുമ്പ് വായിച്ചാൽ ഒന്നും പിടികിട്ടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ രണ്ട് പേർ ശരീരത്തോടെ ഈ ഭൂമിയിൽ നിരക്കപ്പെട്ട 2 പേരാണ്, ഏലിയാവും ഹനോക്കും. അവർ 2 പേരും തിരിച്ച് ഭൂമിയിൽ വരും. അവർ ഭൂമിയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ അവരെ കൊല്ലും. അപ്പോൾ അവരെ കൊല്ലുമ്പോൾ യെരുശലേമിന്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ആത്മീകമായി യേശുവിനെ ക്രൂശിച്ചവരാണ്, ആ തലമുറയാണ്. ആത്മീകമായി സോദോം എന്നും മിസ്രയീമും എന്നു പേരുള്ള മഹാനഗരം. ഇപ്പൊ സ്പിരിച്വലി ഇസ്രായേൽ നിരീശ്വരവാദികളാണ്, ലെസ്ബിയൻസ് ആണ് അവിടെ കൂടുതൽ, സ്വർഗരതിയാണ്. എത്ര കറക്റ്റ് അല്ലേ? സോദോം ഗോമോറ പോലെ ആയിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ ദൈവത്തിന് അവരുടെ മേലുള്ള വാഗ്ദത്തം നിവർത്തിച്ചേ മതിയാവൂ. അവരുടെ ദൈവം ശുദ്ധീകരിച്ചെടുക്കുകയും ചെയ്യും. പക്ഷെ ഈ സംഭവം നടക്കുമ്പോൾ ലോകം മുഴുവൻ ഇത് കാണുമെന്നാണ് അന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ലൈവായിട്ട് ഇത് കാണാൻ പറ്റും അല്ലേ? അന്ന് ഇതൊന്നും കണ്ടുപിടിച്ചിട്ടേ, ഹെഡ്സെറ്റ് പോലും ഇല്ല. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുകയാണ് സർവ്വഗോത്രക്കാരും സർവ്വഭാഷക്കാരും എല്ലാവരും ഇത് 3.5 ദിവസം ലൈവായിട്ട് കാണും. അപ്പോൾ ദൈവത്തിന്റെ വചനം മാറ്റി എഴുതേണ്ടി വരത്തില്ല. നമ്മളാണ് മാറി ചിന്തിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം.
അപ്പോൾ ദൈവരാജ്യം അതിന്റെ നേരെ വിപരീതമാണ് സാത്താന്റെ രാജ്യം. അപ്പോൾ ദൈവരാജ്യത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് സമാധാനമാണ്. റോമർക്ക് ലേഖനം 14 അധ്യായം 17 വാക്യത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആ വെളിപ്പാട് പൗലോസിന് കിട്ടിയത് താൻ അവിടെ എഴുതിയാണ്. റോമർ 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഇത് ഈ ഭൂമിയിൽ വെച്ച് ആരംഭിക്കുന്നു. അതാണ് യേശു കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആത്മീയമായി ദൈവരാജ്യത്തിന്റെ അനുഭവം ദൈവം മനുഷ്യന് നൽകുന്നു. ഉടനെ അത് തുടങ്ങുന്നതാണ്. ആ തുടക്കത്തിൽ നമ്മൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർന്നില്ല എങ്കിൽ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ എൻട്രൻസ് കാണില്ല. വന്നു കഴിഞ്ഞ ദൈവരാജ്യം, വരാനിരിക്കുന്ന ദൈവരാജ്യം, ആ രണ്ടും നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 12 അധ്യായം 25 മുതൽ, മത്തായി 12:25 മുതൽ, ഒരു ഭവനമോ ഒരു പട്ടണമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവ തന്നിൽ തന്നെ ഛിദ്രിച്ചുവല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് അഥവാ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ടാണ് പുറത്താക്കുന്നത്? അവിടെ ശ്രദ്ധിക്കണം. രോഗശാന്തി ശുശ്രൂഷ അന്നും വേറെ പലരും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പത്രോസിന്റെ അടുത്ത് ശേഷം ശിഷ്യന്മാരുടെ എല്ലാം യേശു ചോദിച്ചു, നിങ്ങൾക്കും പൊയ്ക്കാളാ മനസ്സുണ്ടെങ്കിൽ പോകാൻ. അപ്പൊ എന്താണ് പത്രോസ് പറഞ്ഞ്? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലേ ഉള്ളൂ. രോഗശാന്തി അത്ഭുതം അടയാളവും ഒക്കെ അപ്പുറത്തൊക്കെ കിട്ടും, പക്ഷെ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അടുത്ത യേശു കർത്താവ് പറയാണ്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ 28 വാക്യം, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കലെത്തിയിരിക്കുന്നു സ്പഷ്ടം. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കലെത്തിയിരിക്കുന്നു സ്പഷ്ടം. വീണ്ടും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും യേശു കർത്താവ് പറയുന്നു, അത് കാണത്തക്കവണ്ണമല്ല വരുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് കാണത്തക്കവണ്ണമല്ല വരുന്നത്, അത് നിങ്ങളുടെ തന്നെ ഉണ്ടല്ലോ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17 അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. എന്ന് വെച്ചാൽ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതല്ല. ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയില്ല. ദൈവരാജ്യം നിങ്ങളുടെ തന്നെ ഉണ്ടല്ലോ. ദൈവരാജ്യം നിങ്ങളുടെ തന്നെ ഉണ്ടല്ലോ. അത് ഒരു അനുഭവമാണ്, ആ പ്രവേശനത്തിന്റെ അനുഭവം. അതിനെക്കുറിച്ചൊരു പാട്ടുകാരൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിൻ രാജ്യത്തിനൊരന്യനായി ഭൂമിയിൽ ഞാൻ ഉഴന്നു, നീ വന്നതാലെ ധന്യനായി പ്രവേശനം നീ തന്നു. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത സന്തോഷം. ജീവോത്സവത്തിൽ പേരെഴുതിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പ്, ഒരു രാജ്യത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ആനന്ദം, ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ദൈവരാജ്യം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. അപ്പോൾ സാത്താന്റെ രാജ്യമോ? സാത്താന്റെ രാജ്യം അവരുടെ ഒന്നാമത്തെ അജണ്ട ഭക്ഷണവും പാനീയവും. കാരണം ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാത്താന്റെ രാജ്യത്തിൽ ഒന്നാമത്തേത് ഭക്ഷണവും പാനീയവും, തിന്നുക കുടിക്കുക, അതിലാണ് ഭയങ്കര സന്തോഷം. കൂട്ടായ്മയിൽ വചനം കേൾക്കുന്നതിനേക്കാളും സന്തോഷം ഭക്ഷണം കഴിക്കുമ്പോഴാണ് പലർക്കും, അല്ലേ? ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് ആത്മാവിന്റെ ഭക്ഷണമാണ്. ഈ ശരീരത്തിന് ഈ വചനത്തിന്റെ ഒരാവശ്യവുമില്ല. വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് ആ ജീവൻ നിലനിർത്തുവാനും വിശുദ്ധിയിൽ വളരാനുമാണ് ഈ വചനത്തിന്റെ ആവശ്യം. അപ്പൊ അത് ലഭിക്കുമ്പോൾ വീണ്ടും ജനിച്ചൊരു വ്യക്തിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. കാരണം അത് ഭക്ഷണം കഴിക്കുന്ന പ്രതിയാണ്. അകത്തെ മനുഷ്യൻ
ശക്തിയോടെ പുറപ്പെടും. അപ്പോൾ പിശാചിന്റെ രാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അനീതിയും അസമാധാനവും അശുദ്ധാത്മാവിൽ സന്തോഷം. ഇന്ന് അതാണ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത്. ഒരു പ്രത്യേക സ്പിരിറ്റിലാണ് പിള്ളേരല്ല, അല്ലേ? വേറൊരു ലെവലെന്ന് പറയില്ലേ, വേറൊരു ലെവലാണ്. ദൈവത്തിലല്ല അവർ ആനന്ദിക്കുന്നത്, ദൈവത്തിന്റെ വചനത്തിലല്ല അവർ ആനന്ദിക്കുന്നത്, പരിശുദ്ധാത്മാവിലല്ല ആനന്ദിക്കുന്നത്, ലോകത്തിലെ കാര്യങ്ങളിലാണ് അവർ ആനന്ദിക്കുന്നത്. അപ്പൊ ലോകം അവർക്ക് ഒരു സമാധാനം കൊടുത്ത് അവരെ തൃപ്തരാക്കി വെച്ചിരിക്കുകയാണ്. ഓ, സന്തോഷവും സമാധാനം, അടിപൊളി. ലോകം കൊടുക്കുന്ന സമാധാനം, ദൈവം നൽകുന്ന സമാധാനം, ക്രിസ്തു നൽകുന്ന സമാധാനം. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. കർത്താവ് പഠിപ്പിച്ചത് അത് നമ്മൾ ലോകം തരുന്ന സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളൊരു പാടുന്ന പാട്ടിന്റെ ചില വരികൾ. അന്നവസ്ത്രാദികളും സുഖം ബലമെന്നിവകൾ സമസ്തം തന്നടിയാനെ നിത്യം പോറ്റിയിടുന്ന ഉന്നതൻ നീ പരനേ. ഇതിലെന്തെല്ലാമാണ് ചേർന്നിരിക്കുന്നത്? അന്നം, വസ്ത്രം, അല്ലെ? അന്നവസ്ത്രാദികൾ, സുഖം, ബലം എന്നിവകൾ സമസ്തം. ഇത് നമുക്ക് മാത്രമല്ല ഉള്ളത്. ഈ സത്യദൈവത്തെ അറിയാതെ അത് ഏറ്റവും അടുത്ത് ഇപ്പുറത്തെല്ലാം താമസിക്കുന്നവർക്കെല്ലാം ഇതെല്ലാം ഉണ്ട്. അവർക്ക് ആഹാരത്തിന് കുഴപ്പമില്ല, വസ്ത്രത്തിന് കുഴപ്പമില്ല, പണമുണ്ട്, സുഖമുണ്ട്, ആരോഗ്യമുണ്ട്, ഇതെല്ലാം അവർക്കുണ്ട്. എന്നാൽ നമുക്ക് ദൈവം തന്നു. ലോകം കൊടുക്കുന്ന സമാധാനം അതാണ്. ഈ ലോകത്തിൽ പ്രയാസപ്പെടാതെ കഷ്ടപ്പെടാതെ നന്നായിട്ട് ജീവിക്കുക. രോഗമില്ലായിരുന്ന സന്തോഷം, ആരോഗ്യം ഉണ്ടായിരുന്ന സന്തോഷം, പാർപ്പിടം, യാത്ര ചെയ്യാൻ വാഹനം, നല്ല ഇതെല്ലാം ഉണ്ടെങ്കിൽ സമാധാനം, സ്വസ്ഥം, സമാധാനം. ഇത് ലോകം നൽകുന്ന സമാധാനമെന്നാണ് യേശു കർത്താവ് പറയുന്നത്. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പൊ ആ സമാധാനത്തെ കുറിച്ച് വീണ്ടും ഞാൻ അത് ധ്യാനിക്കുമ്പോൾ ദൈവാത്മാ പ്രകാശിപ്പിച്ച മറ്റൊരു പാട്ടിന്റെ വരികളാണ്. നിൻരുധിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയായി നിന്നടിയാർക്കു പിതാവിൻ സന്നിധൗ വന്നിടാമേ സതതം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, യേശുക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും എന്റെ പാപങ്ങൾക്ക് പരിഹാരമാണെന്ന് ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുമ്പോൾ അദൃശ്യനായിരിക്കുന്ന ദൈവത്തെ എനിക്ക് ബന്ധപ്പെടാൻ കഴിയുന്നു. ദൈവത്തെക്കുറിച്ച് പല ചിന്തകളാലും ഞാൻ കുഴഞ്ഞിരുന്നപ്പോൾ, ദൈവം ആരാണെന്ന് ഞാൻ അറിയാതിരുന്നപ്പോൾ, യേശുക്രിസ്തു എന്റെ പാപപരിഹാര ബലിയായി കാൽവരി ക്രൂശിൽ മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന ആ ചരിത്ര സത്യം ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുമ്പോൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നുള്ളതല്ല, സംശയമില്ലാതെ ഞാനത് വിശ്വസിക്കുമ്പോൾ ദൈവം എൻ്റെ ഉള്ളിലേക്ക് ജീവൻ തരുന്നു, ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നു. അത് അപ്പോസ്തലനായ പൗലോസിനത് മനസ്സിലായിട്ട് താൻ ഇപ്രകാരം എഴുതുകയാണ്. റോമർക്ക് ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. റോമർക്ക് ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വിശ്വാസത്താൽ? യേശു കർത്താവ് എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. 2000 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും അത് എനിക്ക് വേണ്ടിയും കൂടെ ഉള്ളതായിരുന്നു. ഞാനത് ഹൃദയപൂർവ്വം വിശ്വസിച്ചപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചു. എൻട്രൻസ്, അകത്ത് കയറി. ഞാനിപ്പോൾ വെളിയിലല്ല. അതാണ് പാട്ടുകാരൻ, നിൻ രാജ്യത്തിനൊരന്യനായി ഭൂമിയിൽ ഞാൻ ഉഴന്നു.
നീ വന്നതാലേ ധന്യനായി പ്രവേശനം നീ തന്നു. അത് തികയും. ഞാനിപ്പോ ദൈവരാജ്യത്തിലൊരു പ്രജയാണ്. ഞാൻ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്. അതുപോലെ എനിക്ക് ദൈവത്തോട് എനിക്കൊരു സമാധാനമുണ്ട്. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ വലിയൊരു പുത്രത്വ പദവി എനിക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല ഞാൻ പരിശുദ്ധാത്മാവിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സന്തോഷമൊക്കെ താൽക്കാലികമാണ്. എപ്പോഴെന്നില്ലാതെ ഈ ലോകത്തിൻ്റെ സന്തോഷം തീരും. പക്ഷേ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത് നിലനിൽക്കുന്ന സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കുക. ലോകം സമാധാനം സമാധാനം എന്നാണ് പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 1 മുതൽ, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുമ്പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. ഇത് നന്നായി അറിയേണ്ട കാര്യമാണ്. കർത്താവ് വരുന്നത് കള്ളനായിട്ടല്ല, കള്ളനെ പോലെ. കള്ളൻ വരുന്നത് നമുക്കുള്ളത് എടുത്തുകൊണ്ട് പോകാനാണ്. കർത്താവ് വരുന്നത് തനിക്കുള്ളത് മാത്രം കൊണ്ടുപോകാനാണ്. അതാണ് എൻ്റെ വ്യത്യാസം. കള്ളൻ വരുന്നത് പോലെ വരും. കാരണം ഒരിക്കലും കള്ളൻ ഞാൻ എത്ര മണിക്ക് വരുമെന്ന് പറയത്തില്ല. കർത്താവും ടൈം പറഞ്ഞിട്ടില്ല, സീസൺ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും. കർത്താവ് വരുന്നതിന് മുമ്പേ നോഹയുടെ കാലം പോലെയാകും, ലോത്തിന്റെ കാലം പോലെയാകും. വിശ്വാസം കാണത്തില്ല, അധർമ്മം പെരുകും. ഇതെല്ലാം കർത്താവ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളാണ്. കള്ളപ്രവാചകരും കള്ളക്രിസ്തുക്കളും കഴിയുമെങ്കിൽ വൃതന്മാരെ കൊലത്തെറ്റിപ്പാനായി വലിയ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കാണിക്കും. യുദ്ധങ്ങൾ, മഹാവ്യാധികൾ, ജാതിയോട് കലഹിക്കും. ഇങ്ങനെയെല്ലാം ക്ഷാമം ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈറ്റുനോവാണെന്ന്. പക്ഷെ കർത്താവ് വരുന്നത് തനിക്കുള്ളത് മാത്രം കൊണ്ടുപോകാനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അവർ ആരാണ്? അവിടുത്തെ അവർ എന്ന് പറയുന്നത് പ്രത്യാശയില്ലാത്തവരാണ്. ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും ഇല്ലാത്തവർ. മറ്റേ നിരീശ്വരവാദികൾ. യേശുവിന്റെ കാലത്തുണ്ടായിരുന്നവർ സദൂക്യന്മാർ. അവർ പറയുന്നു പുനരുദ്ധാനമില്ല, മരിച്ചതോടുകൂടെ എല്ലാം അവസാനിച്ചു. അപ്പൊ ഇവിടെ അവരെന്ന് പറയുന്നത് 1 തെസ്സലോനിക്കർ 4:13 വായിച്ചു വരുന്ന തരത്തിലാണ്. എന്താണ്? പ്രത്യാശയില്ലാത്തവരെ പോലെ. ഈ പ്രത്യാശയില്ലാത്തവരാണ് മരണ വീട്ടിൽ ഭയങ്കരമായിട്ട് നിലവിളിച്ച് കരയുന്നത്. കാരണം എനിക്കിനി ആരുമില്ലേ, എല്ലാം പോയേ, എന്നെ വിട്ട് പോയോ, എന്നെയും കൂടെ കൊണ്ടുപോകണേ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അച്ഛൻ പറയണം അവരും കൂടെ വരട്ടെ, നമുക്ക് സ്വപ്പം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാലോ. അപ്പൊ ആ വികാരത്തിൽ പലതൊക്കെ വിളിച്ച് പറയുന്ന. അപ്പൊ അവർക്ക് പ്രത്യാശയില്ല. ഈ പ്രത്യാശയില്ലാത്തവരാണ് അവർ പറയും അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അവർക്ക് പെട്ടെന്ന് നാശം വരും. നമുക്ക് നാശമല്ല, നമുക്ക് ഉയർത്തെഴുന്നേൽപ്പാണ്. ജീവിച്ചിരിക്കുന്നുവെങ്കിൽ രൂപാന്തരവും, മരിച്ചുപോയെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ പറഞ്ഞിരിക്കുകയാണ് അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അതിൽ നിന്ന് തെറ്റി ഒഴിയാവുന്നതല്ല. അപ്പോൾ വ്യാജമായ സമാധാനം, ലോകം കൊടുക്കുന്ന സമാധാനം ഒരു കുഴപ്പമില്ല. ഇപ്പോ എംപോക്സ് വന്നല്ലേ? എംപോക്സ് എന്ന് പറഞ്ഞാൽ മങ്കി പോക്സ്, ചിക്കൻ പോക്സ്, മങ്കി പോക്സ്, ഇനി ഇങ്ങനെയൊക്കെ എന്തൊക്കെ പോക്സ് വരാൻ പോകുന്നുണ്ടോ? അപ്പോൾ പറയും ആശങ്കപ്പെടണ്ട, വലിയ കുഴപ്പമില്ല എന്നല്ല. നിപ്പ വരുമ്പോഴും പറയും ഒരു ആശങ്കയും പറയും. കോവിഡിന്റെ ദിവസം എല്ലാ ദിവസവും പറയുമായിരുന്നു ആശങ്കിക്കൊന്നും കാര്യമില്ല, എല്ലാവരും അവരവരൊന്നും സൂക്ഷിച്ചുകൊണ്ടാൽ മതി, ആരും ഭയപ്പെടേണ്ട എന്നല്ല. അപ്പോൾ ഇത് ലോകത്തിന്റെ പറച്ചിലാണ്. അപ്പോൾ ഇങ്ങനെ ലോകം സമാധാനം
നിർഭയമായിരിക്കുക, പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഇത് ദൈവം തന്റെ ജനത്തെ സ്നേഹിച്ചതുകൊണ്ട് പ്രവാചകന്മാരിലൂടെ ഈ മതം നൽകുന്ന വ്യാജ സമാധാനത്തെ ഒളിച്ചു കർത്താവ്. എന്ന് പറഞ്ഞാൽ ഈ മതത്തിലെ പ്രത്യേകം നമ്മൾ പള്ളിയിലുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകും. മനസ്സിലായി? അവർ വളച്ച് ഓടിച്ച് ഞങ്ങൾ എല്ലാത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം മറ്റാണ് മറിച്ചാണെന്നെല്ലാം പറഞ്ഞ് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഒരു വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. മനസ്സിലായത്? ദൈവവും കൂടെ അത്ഭുതപ്പെടുക എങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാതെ ദൈവം നടത്തിയവനായ സ്തോത്രം, കരുതുന്നതിനായ സ്തോത്രം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഒരു സോപ്പിട്ടുള്ളൊരു പ്രാർത്ഥന. അപ്പൊ ഇവിടെ ജനം വഞ്ചിക്കപ്പെടുക. ദൈവജനത്തിൽ അന്നുണ്ടായിരുന്ന പ്രവാചകന്മാരിൽ പലരും ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത രീതിയിൽ അവർ പ്രവചിച്ചു. ആ ചില മുന്നറിയിപ്പോൾ 2 വാക്യം അത് വായിക്കേണ്ടിയിരിക്കുന്നു. യെരമ്യാ പ്രവചനം 6-ാം അധ്യായം 14-ാം വാക്യം. യെരമ്യാ പ്രവചനം 6-ാം അധ്യായം 14-ാം വാക്യം. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കും. സഭയിൽ സമാധാനമില്ല, രൂക്ഷമായിരിക്കുകയാണ്. ഗ്രൂപ്പിന്റെ അടിവരെ നടന്നാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ചികിത്സിക്കുന്നില്ല. ആ വന്നുപോയ മുറിവുകളെ ചികിത്സിക്കുന്നില്ല. ചികിത്സിക്കാതെ സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. ഇനി 8-ാം അധ്യായം 11, യെരമ്യാവ് 8:11. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിനെ ലഘുവായി ചികിത്സിക്കും. ആവർത്തിച്ച് പറയാണ് പോയത്. യഥാർത്ഥത്തിൽ സമാധാനം ഇല്ല. ഇന്ന് നമ്മുടെ സഭകളിൽ സമാധാനം ഉണ്ടോ? വാസ്തവത്തിൽ ഇല്ല. എങ്കിലും സമാധാനമായിരിക്കും. മുറിവിന് ചികിത്സിക്കുന്നില്ല. എവിടെയാണ് കേടുപറ്റിയത്? പണ്ടൊരു ഭക്തൻ പാടി, കേടുപറ്റി നിൻ സഭയ്ക്കിതാകെ നാഥനെ ദിവ്യ ചൂടുലേശമില്ല എന്നതെത്ര സങ്കടം, ദിവ്യ ചൂടുലേശമില്ല എന്നതെത്ര സങ്കടം. ലോകം തൻ വശത്തിലാക്കി നിൻ ജനങ്ങളെ ആത്മദാഹമുള്ള ദൈവമക്കൾ എത്ര ദുർലഭം, ആത്മദാഹമുള്ള ദൈവമക്കൾ എത്ര ദുർലഭം. പെന്തക്കോസ്തിൻ ശക്തിയെ അയക്ക ദൈവമേ, നിൻ സ്വന്ത ദാസർക്കേറ്റം ജീവൻ ലഭ്യമാകുവാൻ, നിൻ സ്വന്ത ദാസർക്കേറ്റം ജീവൻ ലഭ്യമാകുവാൻ. സഭകളിൽ സമാധാനമില്ല. സമാധാനത്തിന്റെ സുവിശേഷം ആണ് സഭയിലൂടെ ലോകത്തിന് കൊടുക്കേണ്ടത്. സമാധാനത്തിന്റെ സുവിശേഷം കാലിന് ചെരുപ്പാക്കി. സമാധാനമില്ല. എങ്കിലും സമാധാനത്തോടെ പോകാമെന്നാണ് പറഞ്ഞു വിടുന്നത്. ചികിത്സിക്കുന്നില്ല. ഇത് അപകടത്തിലേക്ക് നയിക്കുന്നതാണ്. ഇത് നിത്യാഗ്നിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കാരണം യേശു കർത്താവ് പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ നേരെ തിരിച്ചു പറഞ്ഞാലും, സമാധാനം ഇല്ലാതാക്കുന്നവർ നിർഭാഗ്യവാന്മാർ, അവർ സാത്താന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ഇല്ലാതാക്കുന്നവർ നിർഭാഗ്യവാന്മാർ, അവർ സാത്താന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സാത്താന്റെ പുത്രന്മാരുണ്ടോ? യോഹന്നാൻ 8:44. സാത്താന്റെ മക്കളെ കുറിച്ച് യേശു പറഞ്ഞപ്പോഴാണ് യേശുവിന് മൊമന്റവും കിട്ടിയില്ല, ഷാളും കിട്ടിയില്ല. കല്ലെടുത്തു, പക്ഷെ എറിഞ്ഞില്ലെന്നേ ഉള്ളൂ. വായിക്കാം, യോഹന്നാൻ 8:44. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും നിങ്ങൾ ഇച്ഛിക്കുന്നു. അവനാദി മുതൽ കൊലപാതകൻ, അവന് സത്യമില്ലായതുകൊണ്ട്
സത്യത്തിൽ നിൽക്കുന്നില്ല. അവൻ ഭോഷ്ക പറയുന്നു. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണ്. ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് പറഞ്ഞാൽ സഹിക്കൂ? ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. അതാണ് അവരുടെ പാരമ്പര്യത്തിന്റെ അഹങ്കാരം. യേശു പറഞ്ഞു, നിങ്ങൾ ആത്മീയമായി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അബ്രഹാമിന്റെ മക്കളല്ല. നിങ്ങൾ പറഞ്ഞു അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്നത് ശരി തന്നെ, പക്ഷെ സ്പിരിച്വലി നിങ്ങൾ പിശാചിന്റെ മക്കളാണ്. അപ്പൊ ഇന്ന് ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊരു കാഴ്ചപ്പാടില്ല. ആത്മീക വർധനവുണ്ടാകണം, ആത്മാവിനാൽ ജനിക്കപ്പെടണം. യേശു അതാണ് പറഞ്ഞത്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ജഡീകനാൽ ജനിക്കപ്പെട്ടത് ജഡീകനായിരിക്കും. ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പുതുതായി ജനിക്കണം, ദൈവാത്മാവിനാൽ ജനിക്കണം, ദൈവവചനത്താൽ ജനിക്കണം. ഇതൊന്നും ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്ന നിക്കോമോദോസിന് പോലും മനസ്സിലായില്ല എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഈ സമാധാനം ആത്മീകമായി അകത്തെ മനുഷ്യന് ദൈവം നൽകുന്നതാണ്. വെളിയിൽ എന്തെല്ലാം ഉണ്ടായാലും അതാണ് പറഞ്ഞു, പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവൻ എന്നാലും തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. ഭയങ്കര സമാധാനമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മിഷണറിയുടെ സന്ദേശം കേൾക്കാനിട വന്നു. ജോൺ ഹാർബർ, അദ്ദേഹം ടൈറ്റാനിക്കിലെ ഒരു യാത്രികനായിരുന്നു. സുവിശേഷത്തിനായിട്ട് അതിൽ കയറിയതാണ്, സുവിശേഷം പറയാനായിട്ട്. ടൈറ്റാനിക് അപ്പോൾ തകർന്നു. കുറെ പേരൊക്കെ രക്ഷപ്പെട്ടു ലൈഫ് ജാക്കറ്റൊക്കെ ഉപയോഗിച്ച്. പക്ഷെ പലർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ ജോൺ ഹാർബർ എന്ന് പറയുന്ന ഒരാളിന് ഒരു തടിക്കഷ്ണം കിട്ടി. അപ്പൊ അത് അദ്ദേഹം അതിൽ പിടിച്ച് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയാണ്, എവിടെന്നെങ്കിലും രക്ഷ വരുമെന്നുള്ളത്. അപ്പോൾ കാണാൻ ഒരു ചെറുപ്പക്കാരൻ ഒഴുകി ഇങ്ങനെ വരികയാണ് തിരുമാലയിൽ. അതെ ആര്? അപ്പോൾ ഇദ്ദേഹം ആദ്യം ചോദിച്ചു, നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. ആർ യു സേവ്? അപ്പം കേട്ടിട്ട് പോലുമില്ല. ശരി ശരി, അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, ഞാൻ മരിച്ചാലും സ്വർഗത്തിൽ പോകും, ഞാൻ നിനക്ക് ഈ പലക തരാം, ഞാൻ ഈ പലക നിനക്ക് തരാം. അങ്ങനെ അവന് പലക കൊടുത്തു. ഇദ്ദേഹം വെള്ളത്തെ താങ്ങി മരിച്ചു. അപ്പോൾ അങ്ങനെ അവൻ രക്ഷപ്പെട്ടു. രക്ഷിക്കപ്പെട്ടില്ല, രക്ഷപ്പെട്ടു. പിന്നെ ഒരു സുവിശേഷ യോഗത്തിൽ ഇവൻ യേശുവിൻ്റെ സ്നേഹത്തെ കുറിച്ച് കേൾക്കുമ്പോഴാണ് ഇവൻ വാസ്തവത്തിൽ യേശുവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷാവും കർത്താവുമായി അനുഭവിക്കുന്നത്. അടുത്ത് മറ്റൊരു വലിയൊരു യോഗത്തിൽ ഇദ്ദേഹം ആൾട്ടക്കാരനൊക്കെ ആളുകളെ വിളിക്കുമ്പോൾ ഇദ്ദേഹം മുന്നോട്ട് ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് ജനം ഇത് അറിയുന്നത്. ഇങ്ങനെ ടൈറ്റാനിക് കപ്പലിൽ ഞാൻ യാത്രക്കാരനായിരുന്നു, ഞാൻ കപ്പൽ കയറുന്നപ്പോൾ എനിക്ക് ഒരു സഹായം എനിക്ക് ലഭിച്ചില്ല. അപ്പോൾ ജോൺ ഹാർബർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എനിക്ക് അദ്ദേഹം സേഫായിട്ട് വെച്ചുകൊണ്ടിരുന്ന വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന ആ തടി കഷ്ണം എനിക്ക് തന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം, നീ രക്ഷിക്കപ്പെട്ടോ എന്നാണ്. മനസ്സിലായത്? അപ്പോൾ മരണത്തിന്റെ വേളയിലും ആരാണ്ട് ചോദിക്കുന്നത് നീ രക്ഷിക്കപ്പെട്ടോ എന്നാണ്. എന്തൊരു അല്ലേ ആത്മീയമായ കാഴ്ചപ്പാട്, ആത്മീയമായ കാഴ്ചപ്പാട്. അപ്പോൾ ഈ സാൽവേഷൻ അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ ലോകം തരുന്ന സമാധാനവും ദൈവം തരുന്ന സമാധാനത്തിന്റെ വ്യത്യാസം നിരവധി അനുഭവങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജോൺ ഹാർബർ, അതെ. അപ്പോൾ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുമ്പോൾ വളരെ ഷാർപ്പായിട്ടാണ് ഇസ്രായേൽ ജനത്തോടൊക്കെ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഇസ്രായേൽ ജനം ഈ കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ അവർ ദൈവത്തിലേക്ക് തിരികാൻ മനസ്സിലാവും, അവർ ദൈവത്തിന്റെ വഴി വിട്ട് തിരിഞ്ഞതുകൊണ്ടാണ്. യേശു പോലും വന്ന് ഇസ്രായേൽ ജനത്തോട് സംസാരിച്ച് നമുക്കറിയാം, നിന്റെ സമാധാനത്തിലുള്ള നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, ഈ നാളിൽ നിന്റെ സമാധാനത്തിലുള്ള നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. അവരതൊന്നും കേട്ട ഇതാണ് ചെയ്തത്. ഏതൊരു വട്ടനെയാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ന് വരെ സമാധാനമില്ല.
യേശു കർത്താവിനെ ക്രൂശിക്കുമ്പോൾ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. 2000 വർഷമായിട്ട് ഇസ്രായേലിൽ സമാധാനമില്ല എന്നറിയണം. നോക്കുക, യെരമ്യാ പ്രവചനം 16-ാം അധ്യായം. അത് ഞാൻ വളരെ വേഗം ഒന്ന്, ആ ഒരു കൊച്ചധ്യായമാണ്, അത് വായിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അത് വായിച്ച ആ കാര്യം മനസ്സിലാക്കണം. ദൈവം തന്റെ ജനത്തോട് ഇടപെട്ടത് എങ്ങനെയാണെന്നുള്ളത്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, യെരമ്യാവ് 16, ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഗ്രഹിക്കരുത്, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകരുത്. യെരമ്യാവിനോട് പറയുകയാണ്, ഈ സ്ഥലത്ത് ജനിക്കുന്ന പുത്രന്മാരെയും പുത്രിമാരെ കുറിച്ചും ഈ ദേശത്ത് അവരെ പ്രസവിക്കുന്ന അമ്മമാരെ കുറിച്ചും അവരെ ജനിപ്പിക്കുന്ന അപ്പന്മാരെ കുറിച്ചും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. ആരും അവയുടെ വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവർ നിലത്തിന് വളമായി കിടക്കും. വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞുപോകും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ദുഃഖഭവനത്തിൽ ചെല്ലരുത്, വിലപിപ്പാൻ പോകരുത്, അവരോട് സഹതാപം കാണിക്കുകയും അരുത്. ഞാൻ എൻ്റെ സമാധാനവും ദയയും കരുണയും ഈ ജനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമോ? നമ്മൾ പറയണ വിലാപവനത്തിൽ പോകണം, അവരോട് കരയുന്നവരോട് കരയണമെന്നൊക്കെയാണ് യേശു പറഞ്ഞത്. പക്ഷേ തന്റെ ജനത്തെ നോക്കി ദൈവം ഇങ്ങനെ പറയാൻ കാരണമെന്നാണ് ഞാനിത് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. വലിയവരും ചെറിയവരും ഈ ദേശത്ത് മരിക്കും, ആരും അവരെ കുഴിച്ചിടുകയില്ല, അവരെക്കുറിച്ചുള്ള വിലാപം കഴിക്കുകയില്ല, അവരുടെ നിമിത്തം മുറിവേൽപ്പിക്കുകയില്ല, മുൻകഷണ്ടി ഉണ്ടാക്കുകയുമില്ല. മരിച്ചവനെ കുറിച്ച് അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ആരും വിലാപത്തിങ്കൽ അവർക്ക് അപ്പം നുറുക്കി കൊടുക്കുകയുമില്ല. അപ്പനെ ചൊല്ലിയോ അമ്മയെ ചൊല്ലിയോ ആരും അവർക്ക് ആശ്വാസത്തിന്റെ പാനപാത്രം കൊടുക്കുകയുമില്ല. അവരോടുകൂടെ ഇരുന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യാനും നീ വിരുന്ന് വീട്ടിലേക്ക് പോകരുത്. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിയിച്ചിരുന്നു, നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളുടെ നാളുകളിൽ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഈ സ്ഥലത്ത് നീക്കിക്കളയും. നീ ഈ വചനങ്ങളൊക്കെയും ഈ ജനത്തോട് അറിയിക്കുമ്പോഴും യഹോവ ഞങ്ങൾക്ക് വിരോധമായി ഈ എത്ര വലിയ അനർത്ഥമൊക്കെയും കൽപ്പിച്ചത് എന്ത്? ഞങ്ങളുടെ അകൃത്യം എന്ത്? ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾ എന്തു പാപം ചെയ്തു എന്നവർ നിന്നോട് ചോദിക്കുമ്പോഴും നീ അവരോട് പറയേണ്ടതെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ചു, അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിച്ചു നമസ്കരിക്കുകയും എന്നെ ഉപേക്ഷിച്ച് എന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത്രയെങ്കിലും നമ്മൾ ആ വാക്യം വായിച്ചിരിക്കണം. 11. അപ്പൊ ദൈവം നീതിമാനായ ദൈവമാണ്. ഇത് ദൈവം തന്റെ ജനത്തോടാണ് ഇടപെടുന്നത്, ലോകത്തോടല്ല. ദൈവജനം ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വഴി നടക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചപ്പോൾ ദൈവം ചെയ്ത കാര്യങ്ങളാണ്. ദേശത്തു നിന്ന് സമാധാനം, ദയ, കരുണയെ ഞാൻ എടുത്തുകളയും എന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ വരാം, 6-ാം അധ്യായത്തിലേക്ക് 3-4 വാക്യം നോക്കുക. വെളിപ്പാട് പുസ്തകം 6-3-4. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ നടക്കേണ്ട കാര്യങ്ങളാണ് ഇത്. വേഗത്തിൽ സംഭവിപ്പാനുള്ളതെന്ന് പറഞ്ഞാണ് ഇതിന് മുദ്രയിടരുന്നാണ്. ദാനിയേലിന്റെ അടുത്ത് പറഞ്ഞു ഈ പ്രവചനങ്ങളെല്ലാം മുദ്രയിടാൻ. പക്ഷേ യോഹന്നാൻ അപ്പോസ്തലൻ ഇത് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഈ പ്രവചനത്തിൽ ഒന്നും മുദ്രയിടരുത്, ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. അപ്പോൾ പറയാണ്, രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാനും ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ ലഭിച്ചു. ഇതൊക്കെ സ്പിരിച്വലാണ്, മനസ്സിലായില്ലേ? വലിയ വാളുകൾ കിട്ടി. അപ്പൊ ഭൂമിയിൽ നിന്ന് സമാധാനം, അന്യോന്യം കൊല്ലുന്നു. ഇത് നമ്മുടെ ചുറ്റും ഡെയിലി നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ ചുറ്റും കേൾക്കുന്നത്, എന്തെല്ലാം സംഭവങ്ങൾ. സമാധാനം എടുത്തു കളയുന്നു. ഇനി അടുത്ത മുദ്ര പൊട്ടിക്കുമ്പോൾ എല്ലാ സാധനങ്ങളുടെയും വില വർധന ഉണ്ടാവുന്നു. നമുക്ക് മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 3
ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുതെന്ന് 4 ജീവികളുടെ നടുവിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. എല്ലാത്തിനും ഇനി വരുന്ന ഭക്ഷ്യക്ഷാമം എന്നാണ് പറയുന്നത്. ഇതൊക്കെ പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ലോകത്തിപ്പോൾ സമാധാനം ഇല്ല. സമാധാനം എടുത്തു കളഞ്ഞോ എന്ന് ഭയപ്പെടത്തക്കവണ്ണമുള്ള കാര്യങ്ങളാണ്. ദയയില്ല, കരുണയില്ല, സമാധാനമില്ല. അതുകൊണ്ട് ലോകം തരുന്ന സമാധാനമല്ല കർത്താവ് തരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഈ സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ 2 സുവിശേഷന്മാർ അത് എടുത്തെഴുതിയിട്ടുണ്ട്. നോക്കാം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 51 മുതൽ. ലൂക്കോസ് 12:51 മുതൽ. ലൗകിക ബന്ധങ്ങളിൽ ചിലപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടെന്ന് വരാം. കാരണം അത് ലോകം കൊടുക്കുന്ന സമാധാനമാണ്. നോക്കാം, ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. ഞാൻ വന്നത് ഭിന്നത വരുത്താനാണ്. ഛിദ്രിച്ചിരിക്കും. കാരണം ആത്മീയ വിഷയം വരുമ്പോൾ ഛിദ്രത ഉണ്ടാകും. വെളിച്ചവും ഇരുട്ടും തമ്മിൽ ചേരൂല. ലോകത്തിന്റെ വഴിയെ പോണെങ്കിൽ ഒരു കുഴപ്പമില്ല. ആത്മീയത പറയുമ്പോഴാണ് പിണക്കം വരുന്നത്. ഛിദ്രിച്ചിരിക്കും. അടുത്ത് അപ്പൻ മകനോടും, മകൻ അപ്പനോടും, അമ്മ മകളോടും, ഒന്ന് നോക്കണേ. നമ്മൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോയാൽ ഇപ്പൊ ഉള്ള സമാധാനം പോവില്ലേ? പല കുടുംബങ്ങളിൽ ആത്മീയതയുടെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ നമുക്കറിയാം. പിന്നെ ചിലതിൽ ഒരു ബാലൻസ് ടീച്ചിങ് ഇല്ലാത്തതുകൊണ്ടുമാണ് എക്സ്ട്രീം ആകുന്നത്. ആത്മീയതയിൽ എക്സ്ട്രീം ആകുന്നു. പക്ഷെ യഥാർത്ഥം നമ്മൾ സത്യ സുവിശേഷം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിനകത്ത് തന്നെ ഛിദ്രത വരും. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്താൻ വന്നവനല്ല. ഇത് ആത്മീയതയാണിത്. ആത്മീയ സമാധാനമാണ്. സകല ബുദ്ധിയെയും കവിയുന്ന. നമ്മൾ അതിലോട്ട് വരും. ഇനി അത് മത്തായി 10-ാം അധ്യായം 34 മുതൽ നോക്കാം. മത്തായി സുവിശേഷം അതെങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന്. 34 മുതൽ. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ വന്നു. വാൾ, സെപ്പറേഷൻ. മനുഷ്യനെ തന്റെ അപ്പനോടും മകളമ്മയോടും മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന് ശത്രുക്കളാകും. നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അത്രയൊന്നും വേണ്ട. നമുക്കുള്ള വിശ്വാസം നമുക്ക് മതി. നമുക്കുള്ള വിശ്വാസമൊക്കെ മതി. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കും. അപ്പൊ സത്യത്തെ വിശ്വസിക്കണം. ആരെങ്കിലും പറയുന്നതല്ല വിശ്വസിക്കേണ്ടത്, എന്തെങ്കിലും അല്ല വിശ്വസിക്കേണ്ടത്. ടിവിയിൽ കേൾക്കുന്ന പ്രസംഗമല്ല വിശ്വസിക്കേണ്ടത്. അത് ടിവിയിൽ അത് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ അപ്രകാരമുണ്ടോ എന്നും കൂടെ നോക്കണം. അപ്പോൾ ദൈവത്തിന്റെ വചനം, നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ലൗകികരായി ജീവിക്കാൻ പാടില്ല. അതാണ് യേശുവിന്റെ പ്രാർത്ഥന. നോക്കുക, യേശുവിന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന, ശ്രേഷ്ഠ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്നാണ് അതിനെ തിയോളജിയൻസ് പറയുന്നത്. എന്താ? 14 മുതൽ നോക്കാം. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. എങ്ങനെയെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ എല്ലാവരും സ്നേഹിതരാകുമായിരുന്നു. അവർ ലൗകികന്മാരായി ജീവിച്ചില്ല. അവർ ആത്മീയരായി ജീവിക്കുവാൻ തീരുമാനമെടുത്തവരാണ്. ചിലപ്പോൾ അത് ലോകക്കാർക്ക് മനസ്സിലാവില്ല. ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഒരു പ്രശസ്ത ക്ലാർനെറ്റ്, ഫ്ലൂട്ട് ഇതുപോലെല്ലാം വായിക്കുന്ന ഒരു 36 വയസ്സുകാരൻ, വിവാഹം കഴിഞ്ഞതോളം മക്കളില്ല. അപ്പോൾ അദ്ദേഹം യേശുദാസിനോടൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതൊരു തീരുമാനമെടുത്തു. യേശുവിനെ കണ്ടെത്തി പറഞ്ഞു, ഇനി ഞാൻ യേശുവിനെ മാത്രമേ വായിക്കൂ.
ഞാനിനി മറ്റേതിൽ ഒരുപാട് പൈസ കിട്ടും, അമേരിക്കയിൽ പോകാം, ഇങ്ങനെ കറങ്ങി നടക്കാം, ദുബായിലും എല്ലാം ഷോയിലെല്ലാം, വേൾഡ് ഷോയിലെല്ലാം പുള്ളിക്ക് പോവാം. പുള്ളി തീരുമാനമെടുത്ത് കർത്താവിന് വേണ്ടി മാത്രം ഞാൻ ദൈവം തന്ന താലന്ത് ഉപയോഗിക്കത്തുള്ളൂ. പക്ഷെ ആ തീരുമാനം എടുത്ത് വർഷം കൂടുതൽ അത് ഈ ലോകത്തോട് യാത്ര പോയി. അതും ഹാർട്ട് അറ്റാക്കാണ്. എങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല? വിശ്വാസത്തിൽ എങ്ങനെ നിലനിൽക്കാൻ പറ്റും? പക്ഷെ ദൈവം നിർത്തും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ഞാൻ തിരുമലയിൽ ഒരു വീട്ടിൽ പോയപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല പ്രായത്തിൽ മരിച്ച ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഇതുണ്ടായി. ഫേസ്ബുക്കിൽ എപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചിത്രം ഇട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ ആശ്വാസ വാക്കുകളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഭാര്യയെ ഞാൻ പ്രസംഗത്തിന് കൊണ്ടുവിടി, ഞാൻ മാറി നിൽക്കും. അപ്പോ ഭാര്യ എന്നോട് പറയും, നിങ്ങളാണ് പ്രസംഗിക്കാൻ പോകുന്നത്, ഞാൻ എത്രയും വേഗം ഞാൻ ഈ ലോകം വിട്ടു പോകും, നിങ്ങൾ കണ്ണുനീരോടുകൂടെ ഈ സുവിശേഷം ഇനി നിങ്ങൾ പ്രസംഗിക്കുമെന്ന് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഇപ്പൊ അത് സംഭവിച്ചു, വേറെ അത് സംഭവിച്ചു. ഒരേ ഒരു മോളേ ഉള്ളൂ. ചില അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവ് നമ്മുടെ വഴിയല്ല, നമ്മുടെ ചിന്തയല്ല, അങ്ങയുടെ ചിന്ത, അങ്ങയുടെ വഴി. സ്റ്റേറ്റ് ലോട്ടറി ടിക്കറ്റിന്റെ ഡയറക്ടറാണ്, സാധാരണ ഒരു മനുഷ്യനൊന്നുമല്ല, കേരള സ്റ്റേറ്റ് ലോട്ടറി ടിക്കറ്റിന്റെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ ഭാര്യ എന്നോട് പറയുക, ഞാൻ വിചാരിച്ചു എൻ്റെ ഭാര്യ വലിയൊരു പ്രാസംഗിയാകും, അവരെ കൊണ്ട് ഞാൻ ഇങ്ങനെ പലയിടത്തും കൊണ്ട് പോകുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവൾ എന്നോട് പറയുമായിരുന്നു, നിങ്ങളിങ്ങനെ ഒളിച്ചു കളിക്കേണ്ട, ദൈവം നിങ്ങളെ കൊണ്ട് തന്നെ ദൈവം കണ്ണുനീരോടെ ഈ സുവിശേഷം പറയിപ്പിക്കും, ഞാൻ എത്രയും വേഗം നിങ്ങൾ വിട്ടു പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ദൈവത്തിന്റെ വഴി. ആ ദൈവികം നൽകുന്ന സമാധാനം, അതാണ് ഈ വേദനയുടെ മധ്യേ, വേർപാടിന്റെ വേദനയുടെ മധ്യേയും ദൈവം നൽകുന്ന സമാധാനം. അതുകൊണ്ടായിരിക്കണം ഭക്തൻ പാടിയത്, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുൾനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുകേ, ശക്തിയരുൾനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുകേ, ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് കൊലോസ്യർക്ക് ലേഖനം 3:15, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ വാഴട്ടെ, ഭരിക്കട്ടെ, നിയന്ത്രിക്കട്ടെ. അതിന് ആ പാരഗ്രാഫ് വായിച്ചു വന്നാലേ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. 12 മുതൽ നമുക്ക് നോക്കാം. ദൈവത്തിന്റെ വൃതന്മാർ, ദൈവത്താൽ എലക്ട് ചെയ്യപ്പെട്ടവർ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധന്മാരും ദൈവത്തിന് പ്രിയരുമായുള്ളവരെ മനസ്സലിവ്, താഴ്മ, ദയ, സൗമ്യത, ദീർഘക്ഷമ, അന്യോന്യം പൊറുക്കുകയും. ഇപ്പൊ വഴക്കൊക്കെ ഉണ്ടാവും, തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ദൈവസ്നേഹം ധരിക്കണം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. പഴയ വാക്കാണ്, വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെടും. നമ്മൾ ഒരു ശരീരത്തിലെ അവയവങ്ങളാണ്. ക്രിസ്തു തല, നാം ഓരോരുത്തരും ആ ശരീരത്തിലെ അവയവങ്ങളാണ്. ഒരു ശരീരത്തിലെ അവയവം മുഴുവനും സമാധാനമായിരിക്കുന്നത് അതിൽ ഓരോ അവയവങ്ങളും സുഖമായിരിക്കുമ്പോഴാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ ക്രിസ്തുവിന്റെ സമാധാനം നമ്മെ എല്ലാവരെയും ഭരിക്കണം. രാജാവ് വാഴുന്നത് പോലെ ക്രിസ്തുവിന്റെ സമാധാനം നമ്മെ ഭരിക്കണം. ഈ സമാധാനം എളുപ്പത്തിൽ കിട്ടുന്നതല്ല. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച്, യേശുവിന്റെ ക്രൂശ് മരണത്തിന് 800 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറയുമ്പോൾ, യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ
രഹസ്യത്തെക്കുറിച്ച് ഒരു കാര്യം അവിടെ പറയുകയാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു. സാക്ഷാൽ നമ്മുടെ രോഗം പാപരോഗമാണ്. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. ഇസ്രായേലിന് അതാണ് വിചാരിച്ചു, ഇവന് ദൈവം കൊടുത്ത ശിക്ഷ തന്നെ. ഇവൻ ക്രിസ്തു ആയിരുന്നെങ്കിൽ ക്രൂശിൽ നിന്നൊക്കെ ഇറങ്ങി വരുമായിരുന്നു. ക്രിസ്തു ആയിരുന്നെങ്കിൽ ഇവൻ ക്രൂശിക്കപ്പെടില്ലായിരുന്നു. ഈ ദൈവദൂഷണം എല്ലാം പറഞ്ഞതിന് ദൈവം കൊടുത്ത ശിക്ഷ തന്നെയാണ് ഈ ക്രൂശ് മരണം ഈ യേശുവിന് കൊടുത്തതെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും തകർന്നും നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ഇതൊക്കെ ശരിക്കും വായിച്ച് ധ്യാനിക്കേണ്ട ഭാഗങ്ങളാണ്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആത്മീക സൗഖ്യമാണ് അവിടെ പറയുന്നത്, ശാരീരിക സൗഖ്യമല്ല. കാരണം യേശു ക്രൂശിൽ യാഗമാകുന്നതിന് മുമ്പ് എല്ലാവിധ ദീനക്കാരെയും യേശു സൗഖ്യമാക്കി. എല്ലാ രോഗങ്ങളെയും മരിച്ചവരെ കൂടെ യേശു ഉയർപ്പിച്ചു. പക്ഷെ മനുഷ്യന്റെ പാപത്തിൽ നിന്നുള്ള മോചനം, പാപത്തിന്റെ വിഷത്തെ ഒഴിപ്പാൻ യേശുവിന്റെ രക്തം വേണ്ടി വന്നു. പാപത്തിൻ വിഷത്തെ ഒഴിപ്പാൻ സാത്താൻ തന്നെ ബലമഴിപ്പാൻ രക്ഷകനിക്ഷിതിയിൽ വന്നാൻ. യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം. കുരിശിലവൻ മരിച്ചേർക്കാൻ യേശുവിനു മഹത്വം. അല്പം കൂടി വിശദമായി എഫേസ്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്. എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 11 മുതൽ 18 വരെ എഴുതിയെടുക്കുന്നവർ എഴുതിയെടുക്കണം. നമുക്ക് മുഴുവൻ വായിക്കാൻ സമയം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. എഫേസ്യർ 2:11 മുതൽ. നമ്മൾ ജാതികളായിരുന്നു, അന്ന് യഹൂദന്മാരല്ലാത്തവർ പരിച്ഛേദന ഏറ്റ് യഹൂദന്മാരായി തീർന്നവരുണ്ട്. അവർക്കും കൂടെ ചേർത്താൻ മുമ്പ് ജാതികളായിരുന്നു, പക്ഷെ നിങ്ങളിപ്പോ പരിച്ഛേദനയാൽ യഹൂദന്മാരെന്ന പേര് നിങ്ങൾക്ക് ലഭിച്ചു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടെ ഉള്ളവരും സംബന്ധമില്ലാത്തവരും വാഗ്ദത്തങ്ങളുടെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. ഇത്രയും കാര്യം നോക്കണം. യേശു ക്രിസ്തുവുമായി ഒരു ആത്മബന്ധം ഉണ്ടാകാത്ത വ്യക്തിയുടെ അവസ്ഥകളാണ് അവിടെ പറയുന്നത്. ദൈവമില്ലാത്തവൻ, പ്രത്യാശയില്ലാത്തവൻ, ഇസ്രായേൽ ജനതയുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ, അതൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല. ഇസ്രായേൽ ജനതയെ ദൈവം ഒരു വിശുദ്ധ ജനമായി എടുത്തു. ദൈവം അവരോട് സംസാരിച്ചിട്ട് അവർ സ്വീകരിച്ചില്ല. അവർ യേശുവിനെ തള്ളിക്കളഞ്ഞു, കൊന്നു. അതുകൊണ്ട് ദൈവരാജ്യം ജാതികളായ നമുക്ക് ആ സുവിശേഷം കിട്ടി. ഇതൊക്കെ പറയുമ്പോൾ പലർക്കൊന്നും ഒരു പിടിയും കിട്ടില്ല. മനസ്സിലായി? കാരണം അവരുടെ ഉള്ളിൽ അവർ അന്യരായിരുന്നു, പരദേശികളായിരുന്നു. അവർക്ക് ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുമില്ലായിരുന്നു. എന്നാൽ മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളെ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ദൈവം ഇപ്പൊ ദൂരെ ഇരിക്കുന്നവനല്ല, സ്വർഗത്തിരിക്കുന്നവനല്ല, അവൻ സമീപസ്ഥനായി മാറി. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ഇല്ലാതാക്കി നീക്കി. ഇനി വേർപാടില്ല. യഹൂദനെന്നും യവനനെന്നും ജാതികളെന്നും ഒന്നുള്ള വേർപാടില്ല. ദൈവമക്കൾ സ്വർഗത്തിൽ അതേ ഉള്ളൂ. ദൈവമക്കൾ സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതി എന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്കുവാൻ, അല്ലാതെ അവിടെ പ്രത്യേകതയില്ല. അടുത്ത് സമാധാനമുണ്ടായിക്കൊണ്ട്
ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെ ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ നമ്മ ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിക്കും. സമാധാനം യേശു ക്രിസ്തുവിലൂടെയാണ് സമാധാനം. യേശു ക്രിസ്തുവിൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടാണ് സമാധാനം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അത് അംഗീകരിക്കാത്ത ഒരൊറ്റ വ്യക്തിക്ക് പോലും സമാധാനം കിട്ടത്തില്ല. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. ലോക സമാധാനത്തിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ലോകം എപ്പോഴാണോ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവോ അപ്പോഴേ സമാധാനമുള്ളൂ. ഇല്ലാതെ ഒരു സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും പൊട്ടും. വായിക്കാം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം സമാധാനമുണ്ടാക്കി. തന്റെ സ്വന്തം രക്തത്താലാണ് സമാധാനം ഉണ്ടാക്കിയത്. അപ്പൊ കാൽവരിയിൽ അവൻ തകർക്കപ്പെട്ടു. അവസാനത്തെ തുള്ളി ചോര വരെ അവൻ ഭൂമിയിൽ ഒഴിച്ചു. അതാണ് ഭക്തൻ പാടിയ ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ഈ വലിയ സത്യം മനസ്സിലാക്കുമ്പോൾ, അത് അംഗീകരിക്കുമ്പോഴാണ് സമാധാനം. അതുവരെ സമാധാനം ലഭിക്കത്തില്ല. അതുകൊണ്ട് ഈ സമാധാനം നമ്മുടെ മുഴുവൻ ആളത്വത്തെയും ശുദ്ധീകരിക്കുന്നതാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5:23. തെസ്സലോനിക്കർ 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിച്ച് നിങ്ങളുടെ ആത്മാവ്, പ്രാണൻ, ദേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യരായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകട്ടെ. ദൈവം നമ്മൾ സമാധാനത്തോടെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് കർത്താവിന്റെ വരവ് താമസിക്കുന്നു? ഞാൻ പലപ്പോഴും പഴയ പാട്ടുകളൊക്കെ കേട്ടിട്ടേ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. കർത്താവ് വരുന്നതിനെ കുറിച്ച് പഴയ വിശുദ്ധന്മാരൊക്കെ ഇത്ര മനോഹരമായി പാടി അല്ലേ? അവരൊക്കെ മൺമറഞ്ഞു പോയി. ഇപ്പൊ കർത്താവിന്റെ വരവ് താമസിക്കുന്നത് എന്തുകൊണ്ട്? 2 പത്രോസ് 3-ാം അധ്യായം 13 മുതലൊന്ന് വായിക്കാം. 13-14. 2 പത്രോസ് 3:13-14. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കും. ഇനി ഈ ഭൂമി നന്നാക്കാൻ പോകുന്നില്ല. ഇതിനെ തീക്കായിട്ടാണ് ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഭൂമിയെ ദൈവം ചുട്ടുകളയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കയാൽ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട് അപ്പൊ കർത്താവിന്റെ വരവ് നമ്മെ ഒരു വെപ്രാളപ്പെടുത്തുന്നതായിരിക്കരുത്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും കർത്താവ് വരും. അത് സമാധാനത്തോടെ അവന്റെ വരവിനായി നമ്മൾ കറയും കളങ്കവും ഇല്ലാത്തവരായി നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഭയമല്ല, ഒരു പരിഭ്രാന്തി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒടുവിലായി ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് വെളിയിലുള്ള സഭയ്ക്ക് എഴുതുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ സമാധാനമുള്ളവരായിരിക്കുന്നത്? താൻ കാരാഗൃഹത്തിലാണ്. കാരാഗൃഹ ലേഖനങ്ങളിൽ ഒന്നാണല്ലോ ഫിലിപ്പിയർക്ക് ലേഖനം. അപ്പോ 4-ാം അധ്യായം 6 മുതൽ ഒന്നിനെ കുറിച്ചും എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? അല്ല, ഈ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്ന പറഞ്ഞാൽ വിചാരപ്പെടാതെ ജീവിക്കാൻ പറ്റൂ. ജാതികളെ പോലെ വിചാരപ്പെടരുതെന്നാണ്. അതാണ് യേശു കർത്താവ് ആദ്യ സുവിശേഷത്തിൽ പറഞ്ഞത്. ജാതികളെ പോലെ എന്ത് തിന്നു എന്ത് കുടിക്കും എന്നതിനെ കുറിച്ച് അത് ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ജാതികൾ അവർക്ക് ദൈവത്തെ വിശ്വാസമില്ല. സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. അതുകൊണ്ട് ജാതികളെ പോലെ വിചാരപ്പെടേണ്ട. അപ്പൻ തക്ക സമയത്ത് എല്ലാം കരുതും. അത് എവിടത്താണ് കരുതുന്നത് നമുക്ക് ഒരു പിടിയും കാണത്തില്ല. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും യാചനയാലും സ്തോത്രത്തോടെ അറിയിക്കുക. കഴിഞ്ഞ നാളുകൾ ദൈവം കരുതിയതെല്ലാം ഓർത്ത് സ്തോത്രത്തോടെ, കർത്താവ് ഇന്ന വിഷയത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു,
ആ വിഷയത്തിൽ അവിടുന്ന് അത്ഭുതം ചെയ്തു. ഇതിലും അവിടുന്ന് അത്ഭുതം ചെയ്യുവാൻ അങ്ങ് ശക്തനാണ്. അതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രത്തോടറിയിക്കത്രേ വേണ്ടത്. എന്നാൽ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ മനസാക്ഷിയും ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. പിന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. സത്യമായത് മാത്രമേ ചിന്തിക്കാവൂ. ഏറ്റവും മേന്മയുള്ളത് മാത്രമേ ചിന്തിക്കാവൂ. നീതിയായ കാര്യങ്ങൾ ചിന്തിക്കണം. നിർമ്മലമായത്, മനോഹരമായത്, സൽകീർത്തിയായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. വേറെ ഒന്നും ചിന്തിക്കാൻ പോകണ്ടെന്നാണ്. ഇന്ന് ഇത്രയും ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പോലെ ഇങ്ങനെ ആകെ കുഴച്ചത് ചിന്തിക്കാൻ പാടില്ലാത്ത മേഖലയിലൂടെയൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. വേറെ വഴിയൊക്കെയാണ് പോണത്. ചിന്തിക്കേണ്ട ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്ക് വിട്ടു പോയാൽ നിരീശ്വരവാദിയായി തീരും, പിന്മാറ്റക്കാരനായി മാറും. അതാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, എൻ്റെ നനവുകളെ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും. ആ ഒരു വാക്യമുണ്ടല്ലോ സങ്കീർത്തനം പറയുന്നത്, എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ചിന്തകളും എല്ലാം നിനക്ക് പ്രസാദമായിരിക്കട്ടെ. വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചിന്താമണ്ഡലം ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വേറെ പലയിടത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കും. സാത്താന്റെ വർക്ക്ഷോപ്പാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. ആ മൈൻഡ് വളരെ സൂക്ഷിക്കും. എന്റെ വീണ്ടെടുപ്പുകാരനും യഹോവേ, എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പാനും യഹോവേ, എന്റെ വായിലെ വാക്കുകളും ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദം മാത്രം ധ്യാനിപ്പാൻ കൃപ തരണമേ. അങ്ങയ്ക്ക് പ്രസാദമായ വാക്കുകൾ മാത്രം പറയുവാൻ എനിക്ക് കൃപ തരണമേ. എന്നിട്ട് പറയാൻ, എന്നോട് പഠിച്ചത്, ഗ്രഹിച്ചത്, കേട്ടത്, കണ്ടുമുള്ളത് പ്രവർത്തിക്കണം. കൂടെ ഇരിക്കും. ഈ ദൈവം അനുഗ്രഹിച്ച് വിടുന്ന ദൈവമല്ല, കൂടെ ഇരിക്കുന്നത്. പഠിച്ച കാര്യങ്ങൾ ഓർക്കണം, മനസ്സിലാക്കിയത് ഓർക്കണം, കണ്ടതും കേട്ടതും എല്ലാം. ഒരു ദൈവ പുരുഷനിൽ നിന്ന് പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയാണ്, എന്നോട് അത്ര പ്രാഗൽഭ്യത്തോടാണ്, എന്നോട് കണ്ടതും കേട്ടതും ഗ്രഹിച്ചതും പഠിച്ചതും എല്ലാം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി, കൂടെ ഇരിക്കും. കാരണം ഞാൻ കാരാഗൃഹത്തിലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. എത്ര ശ്രേഷ്ഠകരമായ സമാധാനം! ലോകം തരുന്ന സമാധാനമല്ല. ലോകം സമാധാനമെല്ലാം താൽക്കാലികം. പക്ഷെ ക്രിസ്തുവിൻ്റെ സമാധാനം അത് ശാശ്വതം. നമുക്കറിയാവുന്നൊരു പാട്ടാണ്, ക്രിസ്തുവിൻ്റെ ദാനം എത്ര മനോഹരം. 272 പാട്ടാണ്. അതിൻ്റെ ഓരോ ചരണങ്ങളും നിങ്ങൾ വീട്ടിൽ പോയിട്ട് തനിയിരുന്ന് അങ്ങനെ പാടണം. ക്രിസ്തുവിൻ്റെ ദാനം എത്ര മാധുരം, പൂർണ്ണ സമാധാനം, പൂർണ്ണ ആനന്ദം, എത്രയോ വിസ്താരം ഉള്ളോർനാദീപോ, ആഴക്കാനോ ആഴം ഇല്ല ഒരു കോൽ. എന്റെ അടിസ്ഥാനം ആദു ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉണ്ടു അവനിൽ. പണ്ടു എന്റെ പാപം മനസാക്ഷിയെ കുത്തി വിലാപം തീർന്നതെങ്ങിനെ, എൻ വിശ്വാസ കണ്ണു നോക്കി ക്രൂശിന്മേൽ എല്ലാം തീർത്തു വന്നു എന്നിമ്മാനുവേൽ. എന്റെ അടിസ്ഥാനം ആദു ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉണ്ടു അവനിൽ. ക്രിസ്തുവിന്റെ കയ്യിൽ മറഞ്ഞിരിക്കെ പേയിൻ സൂത്രം എന്നിൽ എല്ലാം വെറുതെ.
തീർത്ത ആയുധങ്ങൾ എല്ലാം നശിക്കും. ഇല്ല ചഞ്ചലങ്ങൾ ധൈര്യമോത്തുലോ. എന്റെ അടിസ്ഥാനം അതു ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉണ്ട് അവനിൽ. ഭയം സംശയങ്ങൾ തീരെ നീങ്ങുവാൻ എത്ര വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടു താൻ. ആദിയിലൊരു വള്ളി ഇല്ലാതാകുമോ, പോകയില്ലോ പുള്ളി അവിശ്വാസം പോ. എന്റെ അടിസ്ഥാനമാതു ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉണ്ട് അവനിൽ. ബുദ്ധിമുട്ടു ഖേദം വളരെ വന്നാൽ എനിക്കെന്തു ചെയ്തോ ഞാൻ കർത്താവിനാൽ. അവനെന്റെ സ്വന്തം തന്റെ രാജ്യവും എനിക്കുള്ള അംശം ആരാധെടുക്കൂ. എന്റെ അടിസ്ഥാനം അതു ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉണ്ട് അവനിൽ. ഈ സമാധാനമില്ലാതിരിക്കുന്ന ഈ ലോകത്തിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മളായിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം കൊടുക്കുന്നവരാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആത്മാവിന്റെ ഫലമാണ് സന്തോഷം, സ്നേഹം, സന്തോഷം, സമാധാനം. താവേ തമ്മിൽ സമാധാനമുള്ളവരായിരിക്കാൻ, സമാധാനം കൊടുക്കുന്നവരായിരിക്കുവാൻ, സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കാൻ ഞങ്ങളുടെ ആത്മാവിനാൽ എന്നെ പണിയണമേ, പ്രാപ്തീകരിക്കണമേ എന്ന് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.